ഓക്കെ, നെക്സ്റ്റ് ഇസ് സബ്സിഡറി ബുക്സ്. അപ്പോൾ നമ്മൾ ജേർണലും ലെഡ്ജറും ഒന്നും കൂടാതെ കുറച്ച് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കുറച്ച് സബ്സിഡറി ബുക്സും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണ് പേര് മാത്രം നമുക്കൊന്ന് മെൻഷൻ ചെയ്തിട്ട് പോകാം. ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ബുക്ക്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ക്യാഷ് റിലേറ്റഡ് ആയത് ക്യാഷ് പേയ്മെൻറ്റും റിസീപ്റ്റും പേയ്മെൻറ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ഏത് ക്യാഷ് ബുക്ക്. സെക്കൻഡ് വൺ പർച്ചേസ് ജേർണൽ. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ, അങ്ങനെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പർച്ചേസ് മാത്രം എഴുതാനായിട്ട് കീപ്പ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് ജേർണൽ. സെക്കൻഡ് പർച്ചേസ് റിട്ടേൺ ജേർണൽ. നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്തു, നമ്മൾ തിരിച്ചു കൊടുത്തു എന്ന് വെച്ചോ, ഡ്യൂ ടു ഡാമേജ് അല്ലെങ്കിൽ നമുക്കത് വേണ്ട, ഇനി അത് നമുക്ക് യൂസ്ഫുൾ ഇല്ലെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തിരിച്ചു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും കേസ് വരുവാണെങ്കിൽ അത് പർച്ചേസ് റിട്ടേൺ ബുക്കിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ സെയിൽസ് ജേർണൽ, നമ്മളുടെ ബിസിനസ്സുമായിട്ട് നടത്തുന്ന സെയിൽസുകൾ, ഗുഡ്സ് സെയിൽ ചെയ്യും, വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെയിൽസ് നടക്കുന്നുണ്ടെങ്കിൽ ആ സെയിൽസ് നമ്മൾ സെയിൽസ് ജേർണൽ. ദെൻ സെയിൽസ് റിട്ടേൺ, ഓൾറെഡി നമ്മുടെ ഇന്ന് സെയിലായി പോയത് നമുക്ക് തിരിച്ച് വന്നെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമുക്കത് റിട്ടേൺ കൊണ്ട് തിരിച്ച് തന്നെന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ അത് സെയിൽസ് റിട്ടേണിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ ബിൽസ് റിസീവബിൾ ജേർണൽ, അതായത് നമ്മൾ ചിലപ്പോൾ റെഡി ക്യാഷ് നമ്മൾ നടത്തുന്നില്ലായിരിക്കാം. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് മേ ബി ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്തൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത്രയും നാളത്തേക്ക് നമ്മളൊരു അവധി പറയുകയാണല്ലോ, നമ്മൾ കടം പറയുവാണ്. അപ്പം ആ കടം എഴുതാനായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബിൽ റിസീവബിൾ എന്ന് പറയുന്നത്. അതായത് ഇത്ര രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങിച്ചു, ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് തന്നോളാം എന്ന് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടല്ലോ, അതാണ് ബിൽസ് റിസീവബിൾ. അങ്ങനെയുള്ള കേസുകളൊക്കെ എഴുതാനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യുന്ന ജേർണലാണ് ബിൽസ് റിസീവബിൾ ജേർണൽ. അടുത്തതാണ് ബിൽസ് പേയബിൾ ജേർണൽ. ബിൽസ് പേയബിൾ എന്ന് വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ നിങ്ങളുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഇത്ര നാളത്തിനകം ഞാൻ തിരിച്ച് തന്നോളാം എന്ന് നമ്മൾ ആർക്കെങ്കിലും പ്രോമിസ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ജേർണലാണ് ബിൽസ് പേയബിൾ ജേർണൽ. ദെൻ ഫൈനലി ജേർണൽ പ്രോപ്പർ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന മേളത്തെ കേസുകളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ഏത് ജേർണൽ പ്രോപ്പർ. അതായത് ക്യാഷ് ബുക്കിൽ വരാത്ത, പർച്ചേസിൽ വരാത്ത, പർച്ചേസ് റിട്ടേൺ അല്ലാത്ത വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ജേർണൽ പ്രോപ്പർ. ഇത്രയാണ് സബ്സിഡറി ബുക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാഷ് ബുക്കാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് പറഞ്ഞു, ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള റെസീപ്റ്റ്സും പേയ്മെൻറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. ഈ ക്യാഷ് ബുക്ക് തന്നെ 3 ടൈപ്സ് ഉണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, 2 കോളം ക്യാഷ് ബുക്ക് ആൻഡ് 3 കോളം ക്യാഷ് ബുക്ക്. അതായത് 1 സൈഡ് മാത്രമുള്ള ക്യാഷ് ബുക്ക്, 2 കോളം ഉള്ള ക്യാഷ് ബുക്ക്, 3 കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാഷ് ബുക്കിൻ്റെ തിയറീസും ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദി സബ്സിഡറി ബുക്സ് ആണ്. വേറെ ഏതൊക്കെ സബ്സിഡറി ബുക്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ തിയറി ബേസ് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നത് ക്യാഷ് ബുക്ക് ആണ്. ഓക്കെ, അപ്പൊ ക്യാഷ് ബുക്ക് തന്നെ 3 ടൈപ്സ് വരുന്നുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്കും, ഡബിൾ കോളം ക്യാഷ് ബുക്കും ആൻഡ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കും. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ക്യാഷ് ബുക്ക് വരുന്നത്. അപ്പൊ ആദ്യത്തേതാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒറ്റ ഒരു എമൗണ്ട് കോളം മാത്രമേ വരത്തുള്ളൂ. അതിനെയാണ് നമ്മൾ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫോർമാറ്റ് ഓഫ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഡേറ്റ്, particulars, L/F amount. ഇത് ഇത്രയും ഡെബിറ്റ് പാർട്ട് ആണ്. അഗെയിൻ ഡേറ്റ്, particulars, L/F amount. ഇത് ഇത്രയും ക്രെഡിറ്റ് പാർട്ടും ആണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ജേർണൽ എൻട്രി ബൈ ഹാർട്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ജേർണൽ എൻട്രി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റിംഗ് നടത്തുന്നത് ക്യാഷ് ബുക്കിലേക്ക്. അപ്പൊ ക്യാഷ് ബുക്ക് എന്താണ്? ക്യാഷിന്റെ റെസിപ്റ്റ്സും പേയ്മെന്റ്സും നമ്മൾ കാണിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അതായത് ക്യാഷ് ഫിസിക്കലി നമ്മുടെ ക്യാഷ് വന്നു, ക്യാഷ് പുറത്തേക്ക് പോയി, ഈ 2 കാര്യങ്ങൾ മാത്രം കണക്ട് ചെയ്യുന്ന ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക്. ക്രെഡിറ്റിൽ വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എഴുതത്തില്ല. ക്രെഡിറ്റ് എന്ന് വെച്ചാൽ കടം, മണിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഒരു ട്രാൻസാക്ഷനും നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ കാണിക്കത്തില്ല. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നോക്കാം. ടെക്സ്റ്റിനകത്ത് ഇലിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടെക്സ്റ്റിനകത്ത് ഇലിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഫ്രം ദ ഫോളോവിങ് particulars of Mr. Naveen and company, prepare simple cash book and balance the same. Also shown posting into the ledger account. അപ്പോൾ നമ്മൾ താഴെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമ്മൾ ക്യാഷ് ബുക്കും പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. First transaction, 2018 July 1, Naveen started business with a capital of 25,000.
നവീൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 25,000. അതായത് നവീൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ക്യാപിറ്റൽ എത്രയാണ്? 25,000. അപ്പോ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ജേർണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി പോസ്റ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചേ, ഇതെന്തുവാ? ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. സോറി, ക്യാഷ് അക്കൗണ്ട് അല്ല, ക്യാഷ് ബുക്ക് ആണ്. അപ്പൊ ക്യാഷിന്റെ റെസീപ്റ്റ്സും പേയ്മെന്റും മാത്രമാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ക്യാഷിന് ആരുമായിട്ടാണ് റിലേഷൻ? ക്യാപിറ്റലുമായിട്ട്. ക്യാഷിന് ഇവിടെ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാം. അതുകൊണ്ട് ക്യാപിറ്റലിനെ എന്ത് തന്നെ ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നമ്മൾ ഡേറ്റ് എഴുതുന്നു 2018 ജൂലൈ 1. എന്താ? ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ട്? 25,000. ആദ്യത്തെ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്ത് എന്തുവാ? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ്? 25,000. ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ₹20,000. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ പോയിട്ട് നമ്മൾ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ബാങ്കിൽ നമ്മൾ എമൗണ്ട് വിഡ്രോ അല്ല, ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്തുവാ? ബാങ്കിലെ ബാലൻസ് കൂടും, ക്യാഷ് കുറയും. അപ്പൊ എന്തുവാ ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അതാണ് നമ്മുടെ ജേർണൽ എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. നിങ്ങൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഓരോ എൻട്രി, ഓരോ ട്രാൻസാക്ഷന്റെയും നേരെ അതിനനുസരിച്ചുള്ള ട്രാൻസാക്ഷൻ എഴുതി വെക്കണം കേട്ടോ. നമുക്ക് ജേർണലും പിന്നെ ക്യാഷ് ബുക്കും ലെഡ്ജറും കൂടെ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ജേർണൽ എൻട്രി ബൈ ഹാർട്ട് ആക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ ജേർണൽ എൻട്രി ബൈ ഹാർട്ട് ആക്കണം. ഇനി ജേർണൽ എൻട്രി ബൈ ഹാർട്ട് ആക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഓരോ ട്രാൻസാക്ഷനും നേരെ കറക്റ്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രി നിങ്ങൾ എഴുതി തന്നെ വെക്കണം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും ക്യാഷ് ബുക്കിലേക്ക് എടുത്തുള്ള പോസ്റ്റിംഗ്. ഓക്കെ, രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹20,000. നമ്മൾ 20,000 rupees ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ഇവിടെ ആരെ ഡെബിറ്റ് ചെയ്തേക്കുന്നത്? ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്, ബാങ്കിനെ ഡെബിറ്റ് ചെയ്തേക്കുക അല്ലെ. അപ്പം ക്യാഷിനെ എന്ത് ചെയ്തേക്കുക? ജേർണൽ എൻട്രിക്കകത്ത് ക്രെഡിറ്റ് ചെയ്തേക്കുക. അപ്പൊ ബാങ്കിന് എന്ത് തന്നെ ചെയ്യണം? നമ്മൾ ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഡേറ്റ് കാണിക്കണം. ഫസ്റ്റ്ലി എന്നാ ഡേറ്റ്? ജൂലൈ 2. ബൈ ക്രെഡിറ്റ് സൈഡ് എപ്പോഴും നമ്മൾ ബൈ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബൈ ബാങ്ക് അക്കൗണ്ട്. ബൈ ബാങ്ക് അക്കൗണ്ട്. എത്ര രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്? 20,000. ജേർണൽ എൻട്രി ഞാൻ ഒന്നുകൂടെ പറയുന്നു. ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ബൈ ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? 20,000. ക്ലിയർ? തേർഡ് ട്രാൻസാക്ഷൻ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 3,000. 3,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ എന്തുവാ ജേർണൽ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. വെൻ ഗുഡ്സ് ആർ പർച്ചേസ് ഫോർ ക്യാഷ്, ജേർണൽ എൻട്രി ഈസ് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. അപ്പൊ ക്യാഷിനെ ഇവിടെ എന്ത് ചെയ്തേക്ക? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഡേറ്റ് കൊടുക്കുന്നു ജൂലൈ 5. ബൈ പർച്ചേസ് അക്കൗണ്ട്. ബൈ പർച്ചേസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 3,000. ഓക്കെ ആണോ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പർച്ചേസ്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് അക്കൗണ്ട് 3,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ്. ഇതാണ് ജേർണൽ എൻട്രി. ക്യാഷിനെ എന്ത് ചെയ്തേക്കുന്നു? ഡെബിറ്റ് ചെയ്തേക്കുന്നു. അതുകൊണ്ട് സെയിൽസിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡേറ്റ് കാണിക്കുന്നു ജൂലൈ 6 ടു സെയിൽസ് അക്കൗണ്ട്. ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? 4,000. ജേർണൽ എൻട്രി വീണ്ടും പറയുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് അക്കൗണ്ട്. അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ. പർച്ചേസ്ഡ് ഫർണിച്ചർ അതായത് പർച്ചേസ് ഫർണിച്ചർ എന്ന് നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചു. ഓക്കെ, അപ്പം എത്ര രൂപയ്ക്കാണ് ഫർണിച്ചർ വാങ്ങിച്ചേക്കുന്നത്?
purchased furniture 1000. അപ്പൊ journal entry furniture account debited to cash account എന്നാണ്. എന്താണ് furniture account debited to cash account. ക്യാഷിനെ എന്ത് ചെയ്തേക്കാണ് ക്രെഡിറ്റ് ചെയ്തേക്കാണ്. ഫർണിച്ചറിനെ എന്ത് ചെയ്യണം ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഡേറ്റ് ജൂലൈ 8 ബൈ ഫർണിച്ചർ അക്കൗണ്ട്. എത്ര എമൗണ്ട് 1000. ഓക്കെ ആണോ? ജേണൽ എൻട്രി ഒന്നുകൂടെ പറയാം. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ. നെക്സ്റ്റ് വൺ സോൾഡ് ഗുഡ്സ് ടു ചോട്ടാലാൽ ഓൺ ക്രെഡിറ്റ് 3000. സോൾഡ് ഗുഡ്സ് ടു ചോട്ടാലാൽ ഓൺ ക്രെഡിറ്റ്. ക്രെഡിറ്റിന് നമ്മൾ ചോട്ടാലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ ഗുഡ്സ് സോൾഡ് ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ ഇവിടെ എടുക്കുവോ? ക്യാഷ് ബുക്കിൽ എടുക്കുന്നത് ഓൺലി ട്രാൻസാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് ആക്ച്വൽ പേയ്മെന്റ് ഓർ റിസീപ്റ്റ്സ് ഓഫ് മണി. ഇത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. അല്ലാതെ ക്രെഡിറ്റിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻസ്, കാരണം ക്യാഷിന്റെ ഇൻഫ്ലോയോ ഔട്ട്ഫ്ലോയോ അവിടെ ഇല്ലല്ലോ, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എവിടെ എടുക്കത്തില്ല? ക്യാഷ് ബുക്കിൽ എടുക്കത്തില്ല. അപ്പൊ ക്രെഡിറ്റിനായതുകൊണ്ട് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ അവിടെ എഴുതണം ക്രെഡിറ്റ് ഇറ്റ് ഇസ് നോട്ട് ടേക്കൺ ഇൻ ടു അണ്ടർ ക്യാഷ് ബുക്സ് ബിക്കോസ് ക്യാഷിന്റെ ആക്ച്വൽ മൂവ്മെന്റ് അവിടെ നടന്നിട്ടില്ലല്ലോ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അത് അവിടെ എടുക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ അവിടെ നോട്ടായിട്ട് കാണിച്ചേക്കണം. അടുത്തത് 16th സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അവിടെ പ്രത്യേകം നമുക്ക് പറഞ്ഞിട്ടുണ്ട് ക്യാഷിനാണ് സെയിൽ നടന്നേക്കുന്നത്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. അപ്പം 19 ജൂലൈ 19 ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് എത്രയാണ് 1000. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് 1000. നേരത്തെ ഒരു സെയിൽ വന്നു, ഇപ്പോഴൊരു സെയിൽ വന്നു. 17th paid to Ramlal on account 2500. paid to Ramlal on account 2500. അതായത് രാംലാലിന് നമ്മൾ ക്യാഷ് കൊടുത്തു. എത്ര രൂപ നമ്മൾ കൊടുത്തു? 2500 rupees നമ്മൾ കൊടുത്തു. അപ്പൊ നമ്മുടെ ഇന്ന് ക്യാഷ് പോകും അല്ലെ? ക്യാഷ് പോകുമ്പോൾ ക്യാഷിന് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ് രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ രാംലാലിനെ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ക്യാഷിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് തന്നെ ചെയ്യണം. ജൂലൈ 22 ടു രാംലാൽ അക്കൗണ്ട്. എത്രയാണ് നമ്മൾ രാംലാലിന് കൊടുത്തത്? ഓക്കെ 17 പെയ്ഡ് ടു രാംലാൽ ഓൺ അക്കൗണ്ട് 2500. രാംലാലിന് നമ്മൾ 2500 rupees കൊടുത്തു. അപ്പൊ നമ്മുടെ ഇന്ന് ക്യാഷ് പോവുക ചെയ്യുന്നത്. രാംലാലിന് കൊടുത്തു, നമ്മുടെ ഇന്ന് ക്യാഷ് പോയി. ജേണൽ എൻട്രി രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അതായത് ക്യാഷ് പോയി, ക്യാഷ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ആർക്കാ കൊടുത്തത്? രാംലാലിന്. രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന് അവിടെ എന്ത് ചെയ്തേക്കാണ്? ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പൊ രാംലാലിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. 17 ബൈ രാംലാൽ അക്കൗണ്ട്. എത്ര രൂപ നമ്മൾ രാംലാലിന് കൊടുത്തത്? 2500. ജേണൽ എൻട്രി പറയാം രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് ബുക്കില് ബൈ രാംലാൽ 2500. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ received from Chotalal rupees 2000. received from Chotalal rupees 2000. ചോട്ടാലാലിന് നമ്മൾ നേരത്തെ ക്യാഷ് സെയിൽസ് നടത്തിയായിരുന്നു. അപ്പൊ അയാൾ നമുക്ക് പൈസ തരാണ്. എത്ര രൂപ? 2000 നമുക്ക് പൈസ തന്നു. നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുവാണ്. അപ്പം ഡെബിറ്റ് വേർഡ് കംസ് ഇൻ. ക്യാഷ് വരും അല്ലെ? ആരാ തന്നത്? ചോട്ടാലാൽ. അപ്പൊ ജേണൽ എൻട്രി എങ്ങനെയാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചോട്ടാലാൽ. ക്യാഷിനെ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ്. ചോട്ടാലാലിനെ എന്ത് ചെയ്യണം? നമ്മള് ഡെബിറ്റ് ചെയ്യണം. ഡേറ്റ് കാണിക്കുന്നു ജൂലൈ 22 ടു ചോട്ടാലാൽ അക്കൗണ്ട്. എത്ര രൂപയെ ചോട്ടാലാൽ നമുക്ക് തന്നത്? 2000. ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ചോട്ടാലാൽ. ക്യാഷ് ബുക്കിൽ ടു ചോട്ടാലാൽ 2000. നെക്സ്റ്റ് വൺ വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്ക്. വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്ക്. നമ്മൾ നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പൊ ബാങ്കിലെ ബാലൻസ് എന്ത് ചെയ്യും? കുറയും. നമ്മുടെ കയ്യിലുള്ള ആക്ച്വൽ ബാലൻസ് കൂടും. കയ്യിലെ ബാലൻസ് കൂടുമല്ലോ. അപ്പൊ നമ്മൾ എന്തെഴുതും? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. കയ്യിലുള്ള ക്യാഷ് കൂടും, ബാങ്കിലെ ബാലൻസ് കുറയും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷിനെ എന്ത് ചെയ്തേക്കാണ്? ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ബാങ്കിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സെയിം ഡേറ്റിൽ ടു ബാങ്ക് account. How much? 3000.
ജേണൽ എൻട്രി ഒന്നുകൂടെ പറയാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ബാങ്ക് എന്നാണ് വിഡ്രോൺ ഫ്രം ബാങ്കിന്റെ ജേണൽ എൻട്രി. അപ്പോൾ ക്യാഷ് ബുക്കിൽ ടു ബാങ്ക് 3000. നെക്സ്റ്റ് വൺ, പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ. നമ്മൾ ഇലക്ട്രിസിറ്റി ബിൽ കൊടുത്തു, എത്രയാണ്? 50. അപ്പൊ എക്സ്പെൻസുകളുടെ ജനറൽ റൂൾ എന്താ? എക്സ്പെൻസുകളെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ്? ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷിനെ എന്ത് ചെയ്തേക്കുന്നു? ക്രെഡിറ്റ് ചെയ്തേക്കുന്നു. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ചാർജിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. 25th, ജൂലൈ 25th ബൈ ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട്. എത്രയാ? 50. ജേണൽ എൻട്രി എന്താണ്? ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, പെയ്ഡ് റെന്റ് ടു ദ ലാൻഡ് ലോഡ്. പെയ്ഡ് റെന്റ് ടു ദ ലാൻഡ്, നമ്മൾ വാടക കൊടുത്തു, റെന്റ് കൊടുത്തു. എത്രയാ? 350. റെന്റും എഗെയിൻ നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ്. ജേണൽ എൻട്രി എങ്ങനെ വരും? റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്ന് വരും. റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. അപ്പൊ ക്യാഷിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം എന്താ? ബൈ റെന്റ്. കാരണം റെന്റിനെ അവിടെ ഡെബിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ റെന്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ബൈ റെന്റ് എത്ര എമൗണ്ട്? 350. ലാസ്റ്റ് ട്രാൻസാക്ഷൻ, പെയ്ഡ് സാലറി ടു ദ ക്ലർക്ക്. എഗെയിൻ എക്സ്പെൻസ് ആണ്. സാലറി ടു ദ ക്ലർക്കിന് നമ്മൾ സാലറി കൊടുത്തു 500. ജേണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എഗെയിൻ ക്യാഷിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് സാലറിയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ബൈ സാലറി അക്കൗണ്ട്. എമൗണ്ട് 500. ഓക്കെ ആണോ? അപ്പൊ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ഡെബിറ്റിൽ വരേണ്ടത് ഡെബിറ്റിൽ എഴുതി, ക്രെഡിറ്റിൽ വരേണ്ടത് ക്രെഡിറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാ ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ഡെബിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എടുത്തിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിൽ 25,000, 4,000, 1,000, 2,000, 3,000. ടോട്ടൽ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 35,000 ആണ്. ഇതൊരു കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി അവിടെ കാണിക്കാം കേട്ടോ. പർട്ടിക്കുലേഴ്സിൽ ഒന്നും എഴുതി വെക്കരുത്, ബോർഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കാണിച്ചാൽ. ഡെബിറ്റിന്റെ ടോട്ടൽ, ഇത് ഡെബിറ്റ് ടോട്ടൽ ആണ് 35,000. നമുക്ക് ക്രെഡിറ്റ് ടോട്ടൽ നോക്കാം. ക്രെഡിറ്റിൽ 20,000, 3,000, 1,000, 2,500, 50, 350 ആൻഡ് 500. അങ്ങനെ ക്രെഡിറ്റിന്റെ ടോട്ടൽ നമുക്ക് 27,400 എന്ന് കിട്ടും. ഡെബിറ്റിന്റെ ടോട്ടൽ എത്രയാ? 35,000 ആൻഡ് ക്രെഡിറ്റിന്റെ ടോട്ടൽ 27,400. ഏതാ ഹയസ്റ്റ് വാല്യൂ? ഏതാ? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഡെബിറ്റ് ആണ് അല്ലെ, 35,000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഹയസ്റ്റ് ടോട്ടൽ രണ്ട് എമൗണ്ട് കോളത്തിന്റെയും ടോട്ടൽ ആയിട്ട് സെറ്റ് ചെയ്യണം. ഇവിടെയാണ് കുറച്ച് താഴെയായിട്ട്, പർട്ടിക്കുലേഴ്സിന്റെ ഒക്കെ കുറച്ച് താഴെയായിട്ട് വേണം കാണിക്കാനായിട്ട്. ഹയസ്റ്റ് ടോട്ടൽ എത്രയാ വന്നത്? ഡെബിറ്റിന്റെ ടോട്ടൽ 35,000. അത് രണ്ട് എമൗണ്ട് കോളത്തിലും 35,000 ആക്കുന്നു. ഇനി എവിടെയാ കുറവ് വന്നത്? ഇവിടെ അല്ലായിരുന്നോ കുറവ് വന്നത്? ഡെബിറ്റ് കൂടുതലും ക്രെഡിറ്റ് കുറവ്. അപ്പൊ കുറവുള്ളിടത്ത് നമ്മൾ കാണിക്കുക. അന്നത്തെ ക്ലോസിംഗ്, അതായത് ജൂലൈ 31 നമ്മൾ കാണിക്കുക. എമൗണ്ട് ശ്രദ്ധിക്കണം, ഇവിടെ ആ കുറവുള്ളത്, ആ കുറവുള്ള എമൗണ്ട് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകും. അപ്പൊ എപ്പോഴും ടോട്ടലിന് മേളിലായിട്ട് എന്ത് എഴുതണം? ബാലൻസ് ക്യാരിഡ് ഔട്ട്. ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഇനി നമുക്ക് എത്രയാണോ ഡിഫറൻസ് വന്നത്? ഡെബിറ്റ് ടോട്ടൽ 35,000 അല്ലായിരുന്നോ? ക്രെഡിറ്റിന്റെ ടോട്ടൽ 27,400. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 7,600 ആ വരുന്നത്. എവിടെയാ കുറവുള്ളത്? അവിടെയാ ഡിഫറൻസ് കാണിക്കുക. ഇവിടെയല്ലേ കുറവുള്ളത്, അതുകൊണ്ട് അവിടെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിട്ട് 7,600. ഇതാണ് നമ്മുടെ ക്യാഷിന്റെ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാ ലെഡ്ജർ ചെയ്യുന്ന പോലെ ഇവിടെ ക്യാരി ഡൗൺ ചെയ്തത് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ബ്രോ ഡൗൺ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പം 1st April ആണ്. 1st April നമ്മൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പം എമൗണ്ട് കോളത്തിന്റെ താഴെയായിട്ട് വേണം ബ്രോ ഡൗൺ കാണിക്കാൻ. ടു ബാലൻസ് ബ്രോ ഡൗൺ. നമുക്ക് അവിടെ കിട്ടിയ സെയിം ക്യാരി ഡൗൺ എമൗണ്ട് ഇവിടെ കാണിച്ചേക്കുക 7,600. ഇത്രയേ ഉള്ളൂ ക്യാഷ് ബുക്ക്. നമ്മൾ സാധാരണ ലെഡ്ജർ ചെയ്യുന്ന പോലെ ഉള്ളൂ ക്യാഷ് ബുക്ക്. വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ജേണൽ എൻട്രി ബൈ ഹാർട്ട് ആയിരിക്കണം. ജേണൽ എൻട്രി അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം തൊടാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മുടെ ഒരു ജോലിയും കൂടെ നമുക്കുണ്ട്. ഇതിന്റെ എല്ലാം ലെഡ്ജർ അക്കൗണ്ട്സും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ക്യാഷിന്റെ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ അക്കൗണ്ട്സിന്റെയും ലെഡ്ജർ അക്കൗണ്ട്സ് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പൊ ആദ്യത്തേത്
ആദ്യത്തെ ജേണൽ എൻട്രി എന്തുവായിരുന്നു? അപ്പൊ ക്യാഷിന്റെ നമ്മൾ ഓൾറെഡി എഴുതി. പിന്നെ നമ്മൾ എഴുതേണ്ട എല്ലാം ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കി അക്കൗണ്ട്സ് ഒക്കെയാണ്. അപ്പൊ ആദ്യം മുതൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി എന്തുവാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷിൽ നമ്മളത് പോസ്റ്റ് ചെയ്തു. ഇനി അടുത്ത പോസ്റ്റിംഗ് എവിടെയാ? എല്ലാ ട്രാൻസാക്ഷൻ രണ്ട് ആസ്പെക്ട് ആണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പം ആദ്യത്തെ ആസ്പെക്ട് ക്യാഷിലും വന്നു, രണ്ടാമത്തെ അപ്പൊ എവിടെ വരണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരണം. അപ്പൊ ഞാൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ലെഡ്ജർ വരച്ച് വെച്ചിട്ടുണ്ട്. ഡേറ്റ്, പെർട്ടിക്കുലർ, സെൽ ബൈ എഫ് എമൗണ്ട്, ഡെബിറ്റ് സൈഡും ദെൻ ഇപ്പുറത്ത് ക്രെഡിറ്റ് സൈഡും ഫോർമാറ്റ് ഉണ്ട്. ഇനി പോസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ക്യാപിറ്റലിന് എന്ത് ചെയ്തേക്കാണ്? ക്രെഡിറ്റ് ചെയ്തേക്കാണ് അല്ലെ. അപ്പം ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്തേക്കാം. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം ബൈ ക്യാഷ് അക്കൗണ്ട്. 2000 ഡേറ്റ് കാണിച്ചേക്ക 2018 ജൂലൈ 1 ജൂലൈ 1 ബൈ ക്യാഷ് അക്കൗണ്ട്. എത്രയാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ക്യാപിറ്റലിലേക്ക്? 25,000. ഓക്കെ ആണോ? ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് എന്തുവാ? ടു ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തുവാ? ബൈ ക്യാഷ് അക്കൗണ്ട് 25,000. ഓക്കെ ആണോ? ജസ്റ്റ് ടോട്ടൽ ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ ഇട്ട് വെച്ചാൽ മതി. എത്ര എമൗണ്ട്? ബൈ ക്യാഷ് 25,000. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്യുന്ന വേറെ ഒരു എൻട്രി അവിടെ വരുന്നില്ല. ഒറ്റ ട്രാൻസാക്ഷനെ ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അത് ഫസ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. വളരെ ചെറിയൊരു കോളം വരച്ചാൽ മതി. ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ അതിന്റെ ഇത് വരുന്നുള്ളൂ. ഡെബിറ്റ് സൈഡിൽ ഒന്നും തന്നെ വരുന്നില്ല. അടുത്താണ് സെയിൽസിന്റെ ലെഡ്ജർ ആണ് വരച്ചിരിക്കുന്നത്. സെയിൽസിന്റെ അപ്പൊ എവിടെയൊക്കെയാണ് സെയിൽസ് ഉള്ളതെന്ന് നോക്കണം. 6th ട്രാൻസാക്ഷനിൽ പറയുന്നുണ്ട് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പൊ ആദ്യത്തെ ആസ്പെക്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് സെയിൽസ്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിലോ ബൈ ക്യാഷ് എന്ന ഡേറ്റ് എന്ന ജൂലൈ 6 ജൂലൈ 6 ബൈ ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? ജൂലൈ 6 നടന്ന സെയിൽസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 4,000 ആണ്. എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നു 4,000. എഗെയിൻ ജൂലൈ 16 നമ്മളൊരു ക്യാഷ് സെയിൽസ് നടത്തുന്നുണ്ട്. സെയിം ജേണൽ തന്നെയാണ്. അപ്പൊ വീണ്ടും ജൂലൈ 16 ബൈ ക്യാഷ് അക്കൗണ്ട്. സെയിൽസ് ലെഡ്ജർ ആണ് നമ്മൾ എഴുതുന്നത്. ബൈ ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 1,000. ഈ രണ്ട് സെയിൽസ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ സെയിൽസ് ക്യാഷ് ബുക്ക് ചെയ്യുന്ന സെയിൽസിൽ എടുത്ത് ബൈ ജൂലൈ 6 ബൈ ക്യാഷ് 4,000 ജൂലൈ 16 ബൈ ക്യാഷ് 1,000. അത്രയേ ഉള്ളൂ സെയിൽസ് അക്കൗണ്ട്. ആ രണ്ട് ട്രാൻസാക്ഷനെ സെയിൽസ് റിലേറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ. അടുത്ത് നോക്കിക്കേ, ക്യാഷ് ബുക്ക് നോക്കിയാലും മതി കേട്ടോ. ഞാൻ ട്രാൻസാക്ഷൻ നോക്കിയാ പറഞ്ഞ. ക്യാഷ് ബുക്കിൽ നോക്കിക്കേ, ക്യാപിറ്റലിന്റെ പോസ്റ്റിംഗ് ഡെബിറ്റ് സൈഡ് നോക്കുക. ക്യാപിറ്റലിന്റെ പോസ്റ്റിംഗ് കഴിഞ്ഞു, സെയിൽസിന്റെ പോസ്റ്റിംഗ് കഴിഞ്ഞു. ദെൻ അടുത്ത ആരാ? ടു ചോട്ടാലാൽ. അതായത് ജേണൽ എൻട്രി എങ്ങനെയാ വന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ചോട്ടാലാൽ. എങ്ങനെയാ? ക്യാഷ് ബുക്കിൽ എങ്ങനെയാ വന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ചോട്ടാലാൽ. അപ്പൊ ചോട്ടാലാലിന്റെ അക്കൗണ്ടിലോ തിരിച്ചു വരും, ബൈ ക്യാഷ് വരും. ഡേറ്റ് കൊടുത്തേക്കണേ ജൂലൈ 22 ബൈ ക്യാഷ് അക്കൗണ്ട്. ഇത് ചോട്ടാലാലിന്റെ അക്കൗണ്ട് ആണ്. ചോട്ടാലാൽ അക്കൗണ്ട്. ചോട്ടാലാലിന്റെ എൻട്രി ഏതാ? ചോട്ടാലിനെ റിലേറ്റ് ചെയ്യുന്ന എൻട്രി ഏതാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചോട്ടാലാൽ. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എഴുതി. ചോട്ടാലാലിന്റെ അക്കൗണ്ടിൽ എഴുതുമ്പം ബൈ ക്യാഷ് എത്രയാണ്? 2,000. ചോട്ടാലാൽ നമുക്ക് 2,000 എമൗണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബൈ ക്യാഷ് 2,000. വേറെ ചോട്ടാലാലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഇല്ല, അത് മാത്രമേ ഉള്ളൂ. ഒറ്റ ട്രാൻസാക്ഷനേ വരുന്നുള്ളൂ. ബൈ ബാങ്ക് 2,000. നെക്സ്റ്റ് ലെഡ്ജർ അടുത്തത് ടു ബാങ്ക് ആണ്. ശ്രദ്ധിച്ചേ, ഡെബിറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത് ടു ബാങ്ക് ആണ്. അപ്പൊ ബാങ്കിനെ റിലേറ്റ് ചെയ്യുന്നത് ജേണൽ എൻട്രി ഇവിടെ എങ്ങനെയാ വന്നേക്കുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ എഴുതും? തിരിച്ചെഴുതും, ബൈ ബാങ്ക്. ഡേറ്റ് എത്രയാണ്? 22 ആണ്. ബൈ ബാങ്ക് അക്കൗണ്ട്. ഹൗ മച്ച്? അടുത്ത ലെഡ്ജർ എന്ന് പറയുന്നത് 22 ടു ബാങ്ക് അക്കൗണ്ട്. ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആണ്. എങ്ങനെയാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് എഴുതും? ബൈ ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 3,000. വേറെ എവിടെയെങ്കിലും ബാങ്കിനെ റിലേറ്റ് ചെയ്യുന്ന ഡെബിറ്റിലോ ക്രെഡിറ്റിലോ ഉണ്ടോ നോക്കണം. അത് മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പം ഒറ്റ ആസ്പെക്റ്റേ വരുന്നുള്ളൂ, ബൈ ക്യാഷ്. ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 3,000.
ഡെബിറ്റ് സൈഡിലെ ലാസ്റ്റ് ഐറ്റം ആണ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും അവിടെ എൻട്രി വന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന്. എങ്ങനെയാ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എങ്ങനെ എഴുതും? ബൈ ക്യാഷ് അക്കൗണ്ട് ജൂലൈ 22 ബൈ ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 3000. ഡെബിറ്റ് സൈഡിലെ ലാസ്റ്റ് ഐറ്റം ആണ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ ക്യാഷ് അക്കൗണ്ട്. ഇനി ബാങ്ക് വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കിക്കേ. ഡെബിറ്റിലത്തെ നമ്മൾ എടുത്തു. ഇനി ക്രെഡിറ്റില് ഫസ്റ്റ് കണ്ട ഒരു ബൈ ബാങ്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കും എൻട്രി വന്നേക്കുക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ്. അതുകൊണ്ടാണ് അപ്പുറത്ത് ബൈ ബാങ്ക് എന്ന് വന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ എങ്ങനെ പോസ്റ്റിംഗ് വരും? ടു ക്യാഷ് അക്കൗണ്ട്. അതായത് ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതും? ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് എത്രയാ? 20,000. ഈ രണ്ട് ട്രാൻസാക്ഷൻ ആണ് ബാങ്കിനെ റിലേറ്റ് ചെയ്ത് വരുന്നത്. ഡെബിറ്റിൽ ഏതൊക്കെയാ? രണ്ട് ട്രാൻസാക്ഷൻ ഏതൊക്കെയാന്ന് മനസ്സിലായോ? ഒന്ന് നമ്മള് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ ഒരു എൻട്രി എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷിൽ ഒരു പോസ്റ്റിംഗ് നടത്തി. സെക്കൻഡ് വൺ ബൈ ക്യാഷ് എത്രയാ? 3000. പിന്നെ വന്നത് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്തതായിരുന്നു. വിഡ്രോ ചെയ്യുമ്പോൾ എന്തോ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അതാണ് ഇപ്പൊ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു. നെക്സ്റ്റ് വൺ ആണ് ബാങ്ക് അക്കൗണ്ട്. ബാങ്കിന്റെ ലെഡ്ജർ ആണ്. അപ്പൊ ബാങ്ക് എവിടെയൊക്കെയാണോ വരുന്നത് അതനുസരിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ ലാസ്റ്റ് ആയിട്ട് ഒരു ബാങ്ക് വന്നിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. എത്രയാ? 3000. അപ്പൊ അവിടെ എങ്ങനെയാ നമ്മൾ പോസ്റ്റ് ചെയ്തത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതും? ബൈ ക്യാഷ് അക്കൗണ്ട് ജൂലൈ 22 ബൈ ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 3000. ഡെബിറ്റിലെ നമ്മൾ എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ബാങ്കിൽ നമ്മൾ എഴുതി ബൈ ക്യാഷ് അക്കൗണ്ട് 3000. പിന്നെ എവിടെയാ ബാങ്ക് വരുന്നത് നോക്കിക്കേ. ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ആയിട്ട് അവിടെ കിടപ്പുണ്ട് ബൈ ബാങ്ക്. കണ്ടോ? ബൈ ബാങ്ക്. അപ്പൊ അത് ഏത് എൻട്രി അവിടെ വന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ള എൻട്രി ആണ് അവിടെ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതും? ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 20,000. ഇത് പോസ്റ്റ് ചെയ്ത് മനസ്സിലായോ? രണ്ട് എൻട്രീസ് ആണ് ബാങ്കിനെ റിലേറ്റ് ചെയ്ത് വന്നത്. ആദ്യത്തേത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് എഴുതി? ബൈ ക്യാഷ്. പിന്നെ എമൗണ്ട് 3000 കാണിച്ചു. രണ്ടാമത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരുന്നു. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് എഴുതും? ടു ക്യാഷ് 2000. അത്രയേ ഉള്ളൂ. അപ്പം ബാങ്കിനെ റിലേറ്റ് ചെയ്യുന്ന രണ്ട് ട്രാൻസാക്ഷൻ ആണ് വന്നത്. ജൂലൈ 2-നും ആൻഡ് ജൂലൈ 22-നും. അത് രണ്ടും ഡെബിറ്റിലും ക്രെഡിറ്റിലും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് നോക്കിക്കേ. പർച്ചേസിനെ റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നോക്കുക. പർച്ചേസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിൽ രണ്ടാമത്തെ ഐറ്റം ആയിട്ട് ഒരു ബൈ പർച്ചേസ് വന്നിട്ടുണ്ട്. കണ്ടോ? ബൈ പർച്ചേസ് 3000. ജേർണൽ എൻട്രി അപ്പൊ എങ്ങനെയായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരിക്കും. എങ്ങനെയാ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പം പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെ? ക്യാഷ് അക്കൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു ബൈ പർച്ചേസ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിലോ ടു ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് കൊടുത്തേക്ക ജൂലൈ 5th ടു ക്യാഷ് അക്കൗണ്ട്. എത്ര രൂപയുടെ പർച്ചേസ് ആണ് നമ്മൾ നടത്തിയത്? 3000. പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരൊറ്റ ട്രാൻസാക്ഷനേ വരുന്നുള്ളൂ. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഒറ്റ ഐറ്റേ വരത്തുള്ളൂ. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 3000. നെക്സ്റ്റ് ലെഡ്ജർ ഫർണിച്ചർ അക്കൗണ്ട് ആണ്. ഫർണിച്ചർ അക്കൗണ്ട്. അപ്പം ക്രെഡിറ്റ് സൈഡിലാണ് ഫർണിച്ചർ വന്നേക്കുന്നത് ബൈ ഫർണിച്ചർ. അപ്പം എങ്ങനെയായിരിക്കും എൻട്രി വന്നേക്കുന്നത്? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പം ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ബൈ ഫർണിച്ചർ എഴുതി. ഫർണിച്ചർ അക്കൗണ്ടിലോ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് അല്ലെ. അപ്പം ഫർണിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് അക്കൗണ്ട്. ജൂലൈ 8-ന് ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ആണ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഹൗ മച്ച്? 1000.
ആ ഒറ്റ ട്രാൻസാക്ഷനെ ഫർണിച്ചറിനെ റിലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. സോ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് കൊടുക്കുന്നു. ടു ക്യാഷ് ഹൗ മച്ച് 1000. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് രാംലാൽ അക്കൗണ്ട്. അപ്പൊ രാംലാലിന് ബൈ സൈഡിലാണ് വന്നേക്കുന്നത്, ബൈ രാംലാൽ എന്നാ. അപ്പൊ ജേർണൽ എൻട്രി എന്തുവായിരുന്നു? രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നായിരുന്നു ജേർണൽ എൻട്രി. നമ്മൾ എഴുതിയിട്ടുണ്ട് രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ രാംലാൽ അക്കൗണ്ടിൽ എന്ത് എഴുതും? ടു ക്യാഷ് അക്കൗണ്ട്. ജേർണൽ എൻട്രി എന്താ? രാംലാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ രാംലാലിന്റെ അക്കൗണ്ടിൽ ടു ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് കാണിച്ചേക്ക് 17 ജൂലൈ 17 ടു ക്യാഷ് അക്കൗണ്ട്. എത്ര രൂപയാണ് രാംലാൽ നമുക്ക് തന്നത്? 2500. ടു രാംലാൽ 2500. ഈ ഒരൊറ്റ ട്രാൻസാക്ഷനെ രാംലാലിനെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു ടു ക്യാഷ് 2500. ലാസ്റ്റ് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ 3 എൻട്രി ആണ് വരുന്നത്. ബൈ റെന്റ്, ബൈ സാലറീസ്. ഇത് മൂന്നെണ്ണം. ബൈ ഇലക്ട്രിസിറ്റി ചാർജസ്, ബൈ റെന്റ് ആൻഡ് ബൈ സാലറി. ഇത് മൂന്നും ക്രെഡിറ്റ് സൈഡിലാണ് ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതിയേക്കാണ്. ഇത് ഇലക്ട്രിസിറ്റി ചാർജസിന്റെ അക്കൗണ്ട്, ഇത് റെന്റ് അക്കൗണ്ട്, ദെൻ ഇത് സാലറി അക്കൗണ്ട്. അപ്പൊ എന്തുവാ വന്നേക്കുന്നത്? ബൈ റെന്റ്, ബൈ ഇലക്ട്രിസിറ്റി ചാർജസ് എന്നാണ്. അതായത് ജേർണൽ എൻട്രി എങ്ങനെയാ? ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് അവിടെ ഡെബിറ്റ് ടു എന്നാ ഇത് ട്രാൻസാക്ഷൻ നടന്നത്? ജൂലൈ 25 ടു ക്യാഷ് അക്കൗണ്ട്. എത്ര രൂപ? ഇലക്ട്രിസിറ്റി ചാർജസ് 50. ഒരെണ്ണം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ₹50. അടുത്തത് റെന്റ്. റെന്റ് എങ്ങനെയാ ജേർണൽ എൻട്രി? റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഡേറ്റ് എന്നാ? ജൂലൈ 28 ടു ക്യാഷ് അക്കൗണ്ട്. ടു ക്യാഷ് അക്കൗണ്ട്. റെന്റ് എത്രയാ കൊടുത്തത്? 350. ലാസ്റ്റ് വൺ സാലറീസ്. ജേർണൽ എൻട്രി സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാ സാലറി ആയിട്ട് കൊടുത്തത്? 31 മാർച്ച് ടു ക്യാഷ് അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 500. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ജേർണൽ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എക്സ്പെൻസുകളെല്ലാം ഓർത്തോണം. ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻസിന്റെ അല്ല, അതുകൊണ്ടാണ് ഞാൻ അത്ര ഒരുമിച്ച് എഴുതിയാൻ കാണിച്ചത്. ഇലക്ട്രിസിറ്റി ചാർജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്, ദെൻ റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്, അതുപോലെ സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇത്രയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ മൊത്തത്തിലുള്ള ഫോം.